തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. ആലംകോട് പഞ്ചായത്തിൽ LDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. കാലത്ത് 11 മണിയോടെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തിയാണ് LDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത്. ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന 21 വാർഡിലെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആലങ്കോട് പഞ്ചായത്തിലെ 6ാം വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത്. ഞാനവിടെ പത്രിക സമർപ്പിച്ചു. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന വത്സല ടീച്ചർ, ആലങ്കോട് ഡിവിഷൻ. CPM നേതാക്കളുടെ നേതൃത്വത്തിലാണ് വാർഡിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഭരണാധികാരിക്ക് മുന്നിൽ പത്രികാ സമർപ്പണം നടത്തിയത്. 21 വാർഡിലേക്കാണ് CPM അംഗങ്ങൾ പത്രിക സമർപ്പിച്ചത്. നേതാക്കൾക്ക് പുറമെ സ്ഥാനാർത്ഥികളുടെ ബന്ധുക്കളും പാർട്ടി പ്രവർത്തകരും പത്രികാ സമർപ്പണത്തിന് എത്തിയിരുന്നു. തുടർ ഭരണം ഉണ്ടാകുമെന്നും ജനങ്ങൾ CPM-നൊപ്പമുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 21 വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്തിലേക്ക് സഖാവ് KV ഷഹീർ, ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റാണ്, ചങ്ങരോൺ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നത്. അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് പത്രിക സമർപ്പിക്കും. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഇന്ന് 2 മണിക്ക് ആലങ്കോട് നന്നമുക്ക് പഞ്ചായത്തിലുള്ള ഡിവിഷനുകളിലെ 5 ഡിവിഷനുകളിലെയും സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക സമർപ്പിക്കും. ആലങ്കോട് പഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷക്കാലമായി പൊതുവെ ഉണ്ടായ മാറ്റം, ആ മാറ്റത്തോടൊപ്പം ആളുകൾ നിൽക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഒരു ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി, വികസന തുടർച്ചയ്ക്ക് വേണ്ടി ആലങ്കോട് പഞ്ചായത്തിലെ ജനങ്ങൾ LDF-നെ പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെല്ലാം നാട്ടിലെ ഓരോ ജനങ്ങൾക്കും ബോധ്യപ്പെടുന്നതാണ്. ഞങ്ങളെല്ലാം ജനങ്ങളോട് നിൽക്കുന്ന ആളുകളാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെല്ലാം ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ്. എല്ലാവരും പറയുന്നത് ജനങ്ങളെ ഞങ്ങളുടെ കൂടെ നിൽക്കണം, കൂടെ ഉണ്ടാകണം എന്നാണ്. ഞങ്ങൾ ജനങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പു നൽകുകയാണ്. CNTV ചങ്ങരംകുളം.